ഇന്നും ഇപ്പോൾ ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോണിലേക്ക് ആ കോളേജിൽ പഠിച്ച കുട്ടികളുടെ അലൂമിനികളുടെ മെസ്സേജൊക്കെ വായിച്ച് നമുക്ക് കയ്യും കാലം പറിച്ചു പോകും. എന്താണ് കേരളം പോലെ വിദ്യാർത്ഥി സംഘടനാ സാന്നിധ്യം ഇത്രത്തോളമുള്ള സംസ്ഥാനത്താണോ ഇത് നടക്കുന്നത് എന്ന പേടി ഉണ്ടാവുന്ന രീതിയിലുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ പറയുകയാണ് ഡിപ്രഷൻ മരുന്ന് കുടിക്കുന്ന എന്താണ് മരുന്ന് കഴിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ടെന്ന് പറയുകയാണ്. ആത്മഹത്യ വീട്ടുകാരെ ഓർത്ത് മാത്രം ചെയ്യാത്ത കുട്ടികളുണ്ടെന്ന് അവർ നമ്മളോട് പറയുകയാണ്. അവർ പേര് പുറത്തു പറഞ്ഞാൽ പേടി. ഇന്ന് ആ പേടിയെ മറികടന്നുകൊണ്ട് കുട്ടികൾ പ്രതികരിക്കുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ആർച്ച എന്ന കുട്ടി സംസാരിച്ചു, ഷാലോ മറിയ ജേക്കബ് എന്ന കുട്ടി അന്ന് സംസാരിച്ചു. ഇന്ന് സംസാരിച്ച രണ്ട് കുട്ടികളുടെ പ്രതികരണം ഒന്ന് കാണാം. നമ്മൾ ഫ്രണ്ട് റോയിലെ ആമ്പിളർ ഇരിക്കുക, എന്നിട്ട് ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് നോക്ക്, ഇവനെ കണ്ടിട്ട് ഒരു ബെഗറിൻ്റെ ലുക്കില്ല, ഇവനെ കണ്ടിട്ട് ഒരു കോളനി ബെഗറിൻ്റെ ലുക്കില്ല. എന്നിട്ട് എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് പറയും ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവന് ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയി ഇരുത്തും. മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ കാണിക്കാം. എൻ്റെ കൂടെയുള്ളവരൊക്കെ, അതായത് എൻ്റെ കൂടെ നിന്ന് പഠിച്ചവർക്കൊക്കെ ഇതറിയാം. എന്നിട്ട് അവസാനം ഇതൊക്കെ കേട്ട് അവസാനം ഫസ്റ്റ് ഇയർ എങ്ങനെ ലോ നീക്കി കഴിഞ്ഞു. പിന്നെ തേർഡ് ഇയർ എത്തിയപ്പോൾ പിന്നും ഇവനെനിക്കറിയാം, ഇവൻ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞിട്ട് എന്നെ കയറി 5 മിനിറ്റ് കയറിയ പാടി ഇയാൾ എന്നെ എണീപ്പിച്ചിട്ട് നീ പോയിക്കോ, നീ ഗെറ്റ് ഔട്ട് ആയിക്കോന്നു. കേട്ട് മടുത്തിട്ട് പിന്നെ ഞാനും പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അവസാനം എൻ്റെ അറ്റൻഡൻസ് അങ്ങനെ കുറേ കുറഞ്ഞു. എനിക്ക് പിന്നെ കയറാനേ മടിയായി. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അറ്റൻഡൻസ് നീക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കയറുമ്പോഴത്തേക്ക് ഇയാൾ അതിനും തരില്ല അറ്റൻഡൻസ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിനെ അയാളുമായിട്ട് എണീപ്പിച്ച് നിർത്തിയിട്ട് ബ്ലാക്ക് പിഗ്. എൻ്റെ ഒരു മറ്റെന്താ പറയുക, വേറെ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവൾ പെണ്ണാണ്. അവൾ ഈ ക്ലാസ്സിൽ എണീപ്പിച്ച് നിന്നിട്ട് യു ആർ ലുക്കിംഗ് ലൈക്ക് എ ബ്ലാക്ക് കൗ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ അവസാനം കരഞ്ഞിട്ടാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഇയാൾ പോയതിന് ശേഷം ഇയാളെ മുന്നിൽ നിന്ന് കരയാൻ വരെ ആ കുട്ടിക്ക് പേടിയാണ്. കടിച്ചു പിടിച്ചിട്ട് ഇയാൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ പെണ്ണിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ പെണ്ണ് പിന്നെ ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? ഇയാൾ എന്നെ വിളിക്കും, ഓ യു ആർ ലുക്കിംഗ് സോ ബ്ലാക്ക് മാത്രമല്ല, ഒരു പോയിന്റിന് ശേഷം വെളുത്താൽ ഇയാൾ എൻ്റെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിലുണ്ട്, ഞാൻ കാണുന്നുണ്ട്. വേറൊരു ഫ്രണ്ടിനെ വൈറ്റ് കോക്രോച്ച് എന്ന് വിളിക്കും. ഒരു പരിധിക്ക് ശേഷം വെളുത്താൽ വൈറ്റ് കോക്രോച്ച്. എൻ്റെ ഫ്രണ്ടിനെ അവൻ കുറച്ച് സൈസ് ഉള്ളത്. അപ്പോൾ അവൻ നിന്ന് കഴിഞ്ഞാൽ പിറകിലില്ല, ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഒരു 2 വീക്കിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇൻട്രഡക്ഷൻ എന്നുള്ള ഭാഗത്തിൽ എന്നെ എണീപ്പിച്ച് നിർത്തി. എന്നെ പറഞ്ഞു നിന്നെ കാണാൻ അഗ്ലിയാണ്, നിന്നെ കണ്ടാൽ തന്നെ വേറെ കുട്ടികളൊന്നും നിന്നെ നോക്കില്ല, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിനക്ക്, അങ്ങനെയൊക്കെ പറയും. ആൻഡ് ഒരു കുട്ടീനെ കൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് എന്നെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് അവൾക്ക് പറ്റുന്നുണ്ടായില്ല, അവളോട് ചെരുപ്പ് ഊരി കൈ പിടിച്ചു. അവളുടെ ഊങ്ങിയതാ, ആൻഡ് അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവൾ ചെരുപ്പ് തായിട്ടു. അങ്ങനെയൊക്കെ പല ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ കോളേജ് പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് പറയാനുണ്ടാവും. ഷമ്മാസ് ഒരു റാമൊന്നുമല്ല. ഫസ്റ്റ് ഇയറിൽ ഒരു റാം, സെക്കൻഡ് ഇയറിൽ വേറൊരാൾ, തേർഡ് ഇയറിൽ വേറൊരാൾ. പോകുന്ന വർഷങ്ങളിലൊക്കെ ഈ കുട്ടികളെ ഇങ്ങനെ പിന്നാലെ നടന്ന് സ്കെച്ച് ചെയ്ത് ഫസ്റ്റ് ഇയർ മുതൽ ഉപദ്രവിച്ച് നശിപ്പിച്ച് കളയാൻ, അവരെ ഇയർബാക്കാക്കാൻ, അവരെ നശിപ്പിക്കാൻ, അവരെ റിബലുകളാക്കാൻ, അവരെ ഒരുപക്ഷെ സാമൂഹ്യ വിരുദ്ധരെ ആയാൽ അത്ഭുതപ്പെടാനില്ലാത്ത വണ്ണം അങ്ങ് തള്ളി ഇപ്പം നിതിൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ വക്കിലെത്തി നിൽക്കുന്ന ഇപ്പോഴും കുറേ കുട്ടികൾ അവിടെ ഉണ്ട്. KSUവും SFIയും ABVPയും ഒക്കെ ഉള്ള സംസ്ഥാനം കേട്ടോ ഇത്. അവിടെയാണ് കാലാകാലങ്ങളായി 2009 മുതൽ റാം കയറി എന്നാണ് പറയുന്നത്. അന്ന് മുതൽ അയാളുടെ ഈ വൃത്തികേട് ആ കോളേജ് തുടരുക. നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് ഷമ്മാസ്. അശ്മി, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ താങ്കൾ സൂചിപ്പിച്ച അതേ ഉത്തരവാദിത്വ ബോധം തന്നെയാണ് ഈ ചർച്ചയിലും ഇരിക്കുന്നത്. കാരണം ഈ സംസ്ഥാനത്ത് ഇത് ഏതെങ്കിലും ഒടുവിലത്തെ ഒരു സംഭവമാകട്ടെ നമ്മൾ പലപ്പോഴും പറയും. ഈ ചർച്ചയിലിരിക്കുന്ന സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ വേദന നമ്മൾ കണ്ടു. സിദ്ധാർത്ഥൻ്റെ വിഷയത്തിലും ജിഷ്ണു പ്രണോയുടെ വിഷയത്തിലും അങ്ങനെ ഈ സംസ്ഥാനത്തും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ചർച്ച ചെയ്ത് എത്രയോ സമാനമായ സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. എന്നിട്ടും ഈ പറഞ്ഞ റാമിനെ പോലെ അധ്യാപകനൊന്നും ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത മൃഗമെന്ന് തന്നെ മൃഗത്തിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജീവി അവിടെ ഈ ഇത്രയും കാലം അധ്യാപനം നടത്തിയെന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം അപമാനകരം തന്നെയാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും ഞങ്ങൾക്കും തലകുനിക്കേണ്ടി വരുന്നത്. കാരണം ഇവിടെ ചില വസ്തുതകൾ കൂടി ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേവലം ഈ പറഞ്ഞ ദന്തൽ കോളേജ് മാത്രമായിരുന്നില്ല. ദന്തൽ കോളേജും ഫാർമസിയും എഞ്ചിനീയറിംഗ് കോളേജും ഈ പറഞ്ഞ മെഡിക്കൽ കോളേജും. ഇന്ന് ആ അഞ്ചരക്കണ്ടി ക്യാമ്പസിനകത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളില്ല. ഇവിടെ ഇപ്പോഴും മൗനം തുടരുന്നൊരു മാനേജ്മെന്റ് ഉണ്ടല്ലോ ഹാഷ്മി. ആ രാഷ്ട്രീയത്തിന്റെ പോയിട്ട് സംഘടനയുടെ പോയിട്ട് ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനും ഒരു നേതാക്കൾക്കും ഒരു പ്രവർത്തകർക്കും ആ ക്യാമ്പസിൽ ഇപ്പോൾ ധൈര്യപൂർവ്വം പുറത്തു വന്ന ആളുകൾ പോലും, ഇന്ന് യൂണിറ്റ് എടുക്കുന്ന ആളുകളെ പോലും, ഇന്ന് KSUവിന്റെ യൂണിറ്റ് എടുക്കാൻ അല്ലെങ്കിൽ SFIയുടെ യൂണിറ്റ് എടുക്കാൻ വരുന്ന ആളുകളെയൊക്കെ ക്യാമറ വെച്ച് നിരീക്ഷിക്കുന്ന, അവരോട് സംസാരിക്കുന്ന, പുറത്തുനിന്ന് വരുന്ന ആളുകളോട് സംസാരിക്കുന്ന, ആ പ്രകടനത്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന ആളുകളൊക്കെ നിരീക്ഷിക്കുന്ന
ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള സംവിധാനം ആ ക്യാമ്പസ് ഭരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ചില പിന്തുണകളുമുണ്ട്. ആ പിന്തുണകൾ തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി ആ ക്യാമ്പസ് ഒരു ക്യാമ്പസ് അന്തരീക്ഷത്തിനപ്പുറത്തേക്ക് ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് കോട്ടയെ പോലെ ഈ പറഞ്ഞ റാംമാർ അടിഞ്ഞാടുന്ന ഒരു കേന്ദ്രമായി അവിടെ വളർത്തിയെടുത്തതിന് പിന്നിൽ കൃത്യമായി ചില പിന്തുണയുണ്ട്. ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് ഈ ക്യാമ്പസ് 5.2 ഏക്കർ കണക്കിന് വിശാലമായ ഈ ക്യാമ്പസ് അന്തരീക്ഷത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ആ ക്യാമ്പസിന്റെ ഒരു അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച്, അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ. ഈ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് അകത്ത് കയറി നോക്കിയാലുള്ള അവസ്ഥ അതിനേക്കാൾ ഭീകരമാണ്. ഈ രീതിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് പോലും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെയുള്ള പിന്തുണയാർക്ക്? ആ പിന്തുണയും ധൈര്യവും തന്നെയാണ് ഇന്ന് ഈ സമയം വരെ 4 ദിവസം പിന്നിട്ടും ആ കോളേജിന്റെ മാനേജ്മെന്റ് ഒരു അക്ഷരം ഉരിയാടാത്തത്. പോലീസ് ഈ റാം ഉൾപ്പെടെയുള്ള അധ്യാപകരെ സംരക്ഷിക്കാൻ ഈ പറഞ്ഞ ആപ്പിന്റെ കഥയും ലോൺ ആപ്പിന്റെ കഥയൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നതിന്റെ പിന്നിൽ കൃത്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ ഈ ക്യാമ്പസിൽ ഇങ്ങനെ ഒരു അതിദാരുണമായ ഒരു കൊലപാതകം നടന്നിട്ട് 4 ദിവസത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതെങ്ങനെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഈ തുടക്കത്തിൽ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിലെങ്കിലും പലതവണ മാധ്യമങ്ങളിലൂടെ ചർച്ചകളിൽ സമരങ്ങളിലെല്ലാം ഈ വിഷയം മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിച്ചില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ട് പോലും അതിലൊരു പ്രതികരണം ഉണ്ടായില്ല. എങ്ങനെയെന്ന് വന്നത് ഇന്ന് അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇടയിൽ ഒരു പാരഗ്രാഫായി ഉൾക്കൊള്ളിച്ച് നിതിൻ രാജിന്റെ വിഷയം സൂചിപ്പിച്ച് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞുള്ള പ്രതികരണമല്ല. ഈ പറഞ്ഞ കോടികൾ മുടക്കിയിട്ടുള്ള PR ഏജൻസി ഈ വിമർശനങ്ങളും പൊതുസമൂഹവും ഒക്കെ ഇത് കാണുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അംബേദ്കർ ജയന്തിയുടെ പോസ്റ്റിനകത്ത് തിരികെ കയറ്റിയിട്ടല്ലാതെ ആത്മാർത്ഥയുടെ കണികയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണമായിട്ട് അതിനെ നോക്കിക്കാണാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഈ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഈ സഹോദരി ഉൾപ്പെടെ അമ്മ ഉൾപ്പെടെ ആ അച്ഛൻ ജീവിത സാഹചര്യങ്ങളോടെല്ലാം പടവെട്ടി ആ സ്വന്തം മകന്റെ ആശ്മയോട് സൂചിപ്പിച്ചതുപോലെ ചേതനയേറ്റ ശരീരം നോക്കിക്കാണേണ്ടി വന്ന ആ പിതാവിന്റെ മുമ്പിലേക്ക് ഒരു ആശ്വാസവാക്കുമായി മുഖ്യമന്ത്രിക്ക് പോകാമായിരുന്നു. ഇത് തന്നെയാണ് ഈ പോലീസിന്, ഈ ഭരണ സംവിധാനത്തിന് ഇപ്പോഴും ഈ റൂട്ട് തിരിക്കാൻ, ലോൺ ആപ്പിലേക്ക് കഥകൾ മെനയാൻ, ഇപ്പോഴും പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് നിതിൻ രാജിനെ കുറ്റക്കാരനാക്കാൻ, പ്രതിസ്ഥാനത്ത് നിർക്കാൻ വ്യഗ്രത ഉണ്ടാകുന്നത് ഈ പിൻബലം തന്നെയാണ്. ആരാണ് ഈ ക്യാമ്പസിന്റെ മാനേജ്മെന്റ്? ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഏതെങ്കിലും ഒരു പേര് ഇന്ന് ഈ സമയം വരെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടോ? ഏതോ ജബ്ബാർ ഹാജിയുടെ പേര് കേൾക്കുന്നതല്ലാതെ അരൂപികളാണ്. അവർ പുറത്തേക്ക് വരില്ല, അവരുടെ ആൾക്കാരും പുറത്തേക്ക് വരില്ല. അവരുടെ ഏതോ പ്രതിനിധി അങ്ങോട്ടേക്ക് അയക്കും. ആ പ്രതിനിധി ചോദിക്കുന്നത് എന്താണ്? ആ പ്രതിനിധി അപക്വമതിയായ പ്രതിനിധി ചോദിക്കുന്നത് എന്താണ് ഈ പറയുന്ന എന്താ റാമിന്റെ നിറം കറുത്തതല്ലേ, അതുകൊണ്ട് അയാൾ വേറൊരു കറുത്താൾ അധിക്ഷേപിക്കുമോ? അത്ര വിവരമില്ലാത്ത ആളെയാണ് വിട്ടേക്കുന്നത് ഈ കുട്ടികളുമായി ചർച്ച നടത്താൻ. എങ്ങനെ ഇരിക്കുന്നു? ആ നിലവാരം കുറഞ്ഞ ആളുകളാണ് ഈ പറഞ്ഞ ഇതുപോലുള്ള റാമിനെ പോലുള്ള ആളുകളെ അവിടെ അപ്പോയിന്റ് ചെയ്തത്. ചുരുങ്ങിയ പക്ഷം പോകട്ടെ, ഇത്രയും കേസ് വകുപ്പ് ജാമ്യമില്ല ഒളിവിൽ കഴിയുന്നതും സംരക്ഷിക്കുന്നതൊക്കെ പോട്ടെ, ഈ മാനേജ്മെന്റിന് ഇവരെ ഒരു വരി കടലാസിലൊന്ന് പുറത്താക്കാൻ ഈ പറഞ്ഞ റാം എന്ന് പറഞ്ഞ ഇത്രയും വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി വന്നില്ലേ? ഞങ്ങൾ അവരുടെ ധൈര്യത്തെ സമ്മതിക്കുകയാണ്. കാരണം സ്വന്തം ജീവിതം തന്നെയാണ് എല്ലാവർക്കും വലുത്. സ്വന്തം പഠനവും അവരുടെ ജീവ നിലവാരവും ഒക്കെ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിമിതമായ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് ഈ പറഞ്ഞ കുട്ടി ആർച്ച് ഉൾപ്പെടെയുള്ള നിരവധിയായ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ വരുന്നത്. തങ്ങൾ ഭാവിയിൽ ഈ പറഞ്ഞ ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിലും മറ്റുമൊക്കെ അക്രമികളാണ് ഇവന്മാർ ഉപദ്രവിക്കും. ഈ ഫോട്ടോയും എടുത്തു വെക്കുന്നത് എന്തിനാണ്? അവരെ ഇന്റേണൽ മാർക്ക് തോപ്പിക്കാനാണ്, ഓരോന്നോരോന്ന് പറഞ്ഞ് ക്ലാസ് ഇയർബാക്കാനാണ്. അവർ മനുഷ്യത്വ വിരുദ്ധരായ ക്രൂരാണ്. അപ്പോൾ അവരവരെ നോക്കിക്കൊള്ളുന്ന പറഞ്ഞ് വിട്ടുകൂടാ. നമ്മൾ അവരുടെ പിന്നാലെ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ഈ ഇവന്മാർ കൊല്ലാക്കൊല ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.